നമ്മൾ ഇന്ന് ആട്ടിറച്ചിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യമായി കഴുകി വൃത്തിയാക്കിയ ആട്ടിറച്ചിയിൽ കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ഗരം മസാല, ഇത്രയും ഇട്ട് ഇതിൽ നന്നായി പിടിപ്പിച്ചതിന് ശേഷം കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം. ഈ കുക്കറിൽ ആട്ടിറച്ചി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ അതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. എത്ര വിസിലടിക്കണം? വിസിൽ അടിച്ച് കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 2 വിസിലടിച്ചാൽ പോരെ? 2 അടിച്ചിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് കഴിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട്. 3 വിസിലടിച്ചു. പിന്നെ നമുക്കിതിൽ ചേർക്കാനായിട്ട് 3 സവാള അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, അതുപോലെ കുരുമുളക് ചതച്ചത്. ഇത്രയാണ് ഇപ്പോൾ എടുത്ത് വച്ചിരിക്കുന്നത്. ഇനി എണ്ണ ചൂടായി ഇതെല്ലാം വഴറ്റി ആട്ടിറച്ചിയോട് ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റി നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. സവാള പച്ചമുളകും കരിവേപ്പിലയും കൂടെ നമുക്കിടാം. കറിവേപ്പില, പിന്നെ പച്ചമുളക് കുറച്ച് ഉപ്പ് കൂടി ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ആ തക്കാളിയും കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആട്ടിറച്ചിയുടെ ഇപ്പോൾ തന്നെ ചേർക്കാം. അപ്പം അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കിടന്ന് ഒന്നോടെ ഒന്ന് ശരിക്ക് നോക്കുക. സവോളയുടെയും തക്കാളിയുടെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ ശരിക്ക് ഈ ആട്ടിറച്ചിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് വഴറ്റാതെ ഒരുമിച്ച് ഇതിനെ വേവിച്ച് വെള്ളം വറ്റിച്ച് അവസാനം അത് ഫ്രൈ ആയിട്ട് കിട്ടും. നമുക്കിതിനകത്തൊക്കെ കുറച്ചുകൂടി മുളക് പൊടി, മല്ലിപ്പൊടി, മസാലയൊക്കെ ചേർക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാല, കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. കുരുമുളക് ചതച്ചതും കൂടെ ഇനി ഇതെല്ലാം കൂടെ ഇറച്ചി ഒരു 90% വേവായിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് കിടന്ന് മൊത്തത്തിൽ അങ്ങ് വെന്ത് നല്ല റോസ്റ്റ് പരുവത്തിൽ ആക്കി എടുക്കണം. മൂടി വയ്ക്കണം. നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം.
നമ്മളിപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കറിയുടെ അവസ്ഥ ഇതാണ്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് വറ്റിച്ചെടുത്താൽ നമ്മുടെ സാധനം റെഡിയാവും. നമുക്ക് പതുക്കെ ഇളക്കി കൊടുത്ത് ഇരിക്കാം. നമ്മൾ സാധാരണ സവാളയും പച്ചമുളക് തക്കാളിയെല്ലാം വഴറ്റിയതിന് ശേഷം അത് വഴണ്ട് കഴിയുമ്പോഴാണ് ഇറച്ചി ഇടാറ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇത് വെറൈറ്റി ആയിട്ട് അതൊന്ന് കംപ്ലീറ്റ് ഗോൾഡൻ കളറൊന്നും ആവണതിന് മുമ്പ് തന്നെ ഉണ്ടകത്തോട്ട് ഇറച്ചിയും കൂടി ഇട്ടിട്ട് ഇത് ഒരുമിച്ചാണ് നമ്മൾ വേവിച്ച് മാറ്റിയെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആട്ടിറച്ചി ആയതുകൊണ്ട് അതിൻ്റെ ആ ടേസ്റ്റ് വ്യത്യാസം അതൊക്കെ മാറി ഈ പറയുന്ന ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ഇറച്ചിയിലിട്ട് കറക്റ്റായിട്ട് പിടിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സാധാരണ റോസ്റ്റ് പോലെ തന്നെ ആയി വരും. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആവാനുണ്ട് സവാളയൊക്കെ. നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ ഗ്രേവി ആയിട്ടൊക്കെ കഴിക്കണമെന്നുള്ളവർക്ക് ഇപ്പോൾ വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. കുറച്ചുകൂടെ റോസ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആക്കി നല്ല ഇതാക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. ഇപ്പോൾ തന്നെ അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഒരു ഇച്ചിരിയോടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. ഏകദേശം വെള്ളമെല്ലാം പറ്റി നല്ല ഇതായിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. സവോളയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് നല്ല സെറ്റപ്പായിട്ടുണ്ട്. കുറച്ച് നേരങ്ങൾ കഴിഞ്ഞ് ഇപ്പം തന്നെ വേണമെങ്കിൽ നിർത്താവുന്നതാണ്. കുറച്ചും കൂടെ വറ്റിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. നമ്മൾ എന്തോരം ഫ്രൈ ആക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയില്ല. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് സാധനം. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സാധനമായിട്ടുണ്ട്. നമുക്കിന്ന് നമ്മുടെ അപ്പൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയാണിത്. നമുക്ക് അവനെ കൊണ്ട് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യിച്ച് നോക്കാം. അപ്പൂസേ, റെഡിയാണോ ടേസ്റ്റ് ചെയ്യാൻ? ചൂടുണ്ട്. കൊള്ളുന്നുണ്ടോ? അപ്പൂസ് സ്വാദസൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ ടേസ്റ്റ് ആണോ? അടിപൊളി. ഓക്കെ, കൊള്ളാം. ഇനി നമുക്ക് നിർത്തിയാലോ? ഇതുണ്ടോ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് എണ്ണയൊക്കെ നല്ല തിളച്ച് അതിനകത്ത് നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക സാധനം. നിർത്താം. അത് നിർത്തിയേക്കാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ലൊരു പ്ലേറ്റിലേക്കൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.